നമുക്ക് ഷോളിഡ്സ് കഴിക്കാൻ തുടങ്ങാൻ. കുഞ്ഞുമ നോക്ക്, ഓയ് ഓയ് ഓയ്, ഷോളിഡ്സ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇന്ന് സോളിഡ്സ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ അവൾക്ക് ആപ്പിൾ പ്യൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ പറയാം. അവൾ എത്രത്തോളം കഴിക്കുന്നുണ്ടെന്ന് നോക്കാം. അതിൻ്റെ വീഡിയോയും നമുക്ക് ഉണ്ടാക്കാം. ജസ്റ്റ് ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് അവൾക്ക് ഞങ്ങൾ ആപ്പിൾ പ്യൂരി കൊടുക്കാൻ പോവുകയാണ്. സോ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടണം. നമുക്ക് ആപ്പിൾ കഴിച്ചാൽ എന്താ നോക്കണേ? അപ്പോൾ നമുക്ക് ആപ്പിൾ പ്യൂരി പ്രിപ്പയർ ചെയ്യാൻ പോവാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ആപ്പിളാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം സ്കിന്നൊക്കെ കളഞ്ഞ് പീല് ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കുരുവും കുറച്ച് കട്ടിയുള്ള ഭാഗമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കുക. കാരണം അരയ്ക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് അറിയാതെ വരും. അവർക്ക് നല്ലോണം സോളിഡ് ടൈപ്പിൽ വേണം കൊടുക്കാൻ. ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആപ്പിൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. കാരണം ആപ്പിൾ കീപ്സ് ഡോക്ടർ എവേ എന്നല്ലേ പറയുക. അതുപോലെ തന്നെ ഇത് നല്ല മധുരമാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. പെട്ടെന്ന് ടേസ്റ്റ് അവർക്ക് പിടിക്കും. അവൾക്ക് എങ്ങനെ അവൾ എടുക്കും എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും കൊടുത്തു നോക്കാം. ഞാൻ ഒരു ആപ്പിൾ ഉണ്ടാക്കുന്നുണ്ട്. ആപ്പിൾ എന്ന് പറയുന്നത് വിറ്റമിൻ എ ആൻഡ് സിയുടെ കലവറയാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നിറയുണ്ട്. റിച്ച് ഇൻ ഫൈബറാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ന്യൂട്രിയൻസ് കൂടുതൽ കിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പ്രിപ്പറേഷൻ ഇതുപോലെ തന്നെ സ്മാഷ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാം. കുറച്ച് വെള്ളം പോലെ സോളിഡ്സ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ഈ ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഒരു ആപ്പിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് എത്രയാണ് അതിൻ്റെ ഇതുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസാക്കി കൊടുക്കാം. കൺസിസ്റ്റൻസി എങ്ങനെ അവർ എടുക്കുന്നതിനനുസരിച്ച് അത് കുറച്ച് ഇതായി തുടങ്ങിയിട്ട് ഞാൻ കൊടുത്ത് നോക്കട്ടെ. ഇതിൽ ഞാൻ ബ്രസ്റ്റ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബ്രസ്റ്റ് മിൽക്ക് ആഡ് ചെയ്യാം, വാട്ടർ ആഡ് ചെയ്യാം. സ്പൂണിൽ കൊടുത്തപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് സ്പൂണ് തട്ടിക്കളയായിരുന്നു ആദ്യം. അതുകൊണ്ടാണ് ഞാൻ കൈ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യാം. ദേ ഇത് നോക്കിയ ഫസ്റ്റ് റിയാക്ഷൻ. നന്ദിണ്ടോ? ഇഷ്ടയോ? ഡോക്ടർമാർ പറയുന്നത് ആദ്യം സോൾട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 or 2 വായി കഴിച്ചാൽ പോലും നല്ല കാര്യമാണ്. കാരണം അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ ടേസ്റ്റ്. പുതുതായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. അവർ എത്രത്തോളം വായി തുറക്കുന്നു, വായ അടക്കുകയാണെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടൊന്നും കൊടുക്കാൻ ശ്രമിക്കരുത്. അവർ ഈ 6 months എന്ന് പറയുന്നത് അവരുടെ ടേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പീരീഡാണ്. അവർ ഫോഴ്സ് ചെയ്യരുത്. നമ്മൾ മിൽക്കിൽ നിന്ന് സോളിഡ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പീരീഡാണ്. അപ്പോൾ നല്ലോണം സോളിഡ് ടൈപ്പ് നല്ല വാട്ടറി ആയിട്ട് കൊടുക്കുക. പിന്നെ അവർ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതിനനുസരിച്ച് കൺസിസ്റ്റൻസി കൂട്ടിക്കൊണ്ടിരിക്കുക. ഹാപ്പിലി അമ്മമാർക്ക് ഏറ്റവും ഹാപ്പി ആവുന്ന ഒരു കാര്യമാണത്. അവൾ താങ്ക് ഗോഡ് കുറേശ്ശെ കഴിക്കുന്നുണ്ട്. നല്ല സന്തോഷത്തിലാണ് കഴിക്കുന്നത്. ഇത്രയും കഴിച്ചു. ഒരു ആപ്പിൾ അധികമൊന്നും ഇല്ല, ഇത്രയും കഴിച്ചു. നമുക്ക് ഫുള്ള് കഴിക്കുമെന്ന് നോക്കാം. ഏറ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഫുഡാണ് ഈ ഇതെന്ന് പറയുന്നത്, ആപ്പിൾ എന്ന് പറയുന്നത്. അത് ഒരു 2-3 ദിവസം സെയിം സോളിഡ് തന്നെ നിങ്ങൾ കൊടുക്കുക. എപ്പോഴും ഫസ്റ്റ് ടൈം സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മോർണിംഗ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഡോക്ടറെ അഡ്വൈസ് എടുക്കാവുന്നതാണ്. അതേപോലെ ഇത് ഡൈജഷനും സഹായിക്കും. സി നൈസ്ലി ഷീ ഹാഡ്. സോ ഞങ്ങൾ മമ്മമ്മൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഹാപ്പിയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ചു. ടച്ച് ഞാൻ ഏതൊരു ഇൻഫർമേഷണൽ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ കുട്ടികൾ ഫുഡ് കഴിക്കുന്നത് കാണിക്കാൻ പാടില്ല, അങ്ങനെ കുറേ ഇതുണ്ടാവും. പക്ഷെ ഞാനിത് കാണിക്കുന്നത് നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. കുട്ടികൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തർ കഴിക്കുന്ന രീതിയും ഓരോരുത്തർ കഴിക്കുന്ന
കൺസിസ്റ്റൻസിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ കൊടുത്തത് ആപ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. പണ്ട് നാട്ടിലുള്ളവരൊക്കെ പറയും റാഗിയൊക്കെയാണ് ഫസ്റ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. റാഗിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ റാഗിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറോട് ചെയ്തിരുന്നു, അതായത് കൺസൾട്ട് ചെയ്തിരുന്നു. കാരണം ഇവൾക്ക് കുറച്ച് കോൾഡും കഫും ഒക്കെ ഉണ്ടായിരുന്നു. 6 months കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ട് മറ്റേ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞു റാഗി സ്റ്റാർട്ട് ചെയ്യണ്ട, ബിക്കോസ് ബാംഗ്ലൂരിൽ നല്ല തണുത്ത ക്ലൈമറ്റും ആയതുകൊണ്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ നേരെ മറ്റേ ഡോക്ടർ പറഞ്ഞു വെച്ചാലും പൊറിഡ്സ് അല്ലെ സീരിയൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആപ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആപ്പിൾ അറിയാലോ എന്തുകൊണ്ടും കുട്ടികൾക്ക് നല്ലതാണ്. ഈവൻ ഒരു ഫ്രൂട്ട്സ് കൺസിഡർ ചെയ്യണം നല്ലതാണ്. ആദ്യം സെമി സോളിഡായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇവൾക്ക് ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. ഞാനൊന്ന് ഉറക്കിക്കോട്ടെ. സോ നിങ്ങളെല്ലാവരും വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ബൈ.